പറയുമ്പോൾ ആതിഥേയ രാജ്യമാണ്. തങ്ങളാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി നടത്തിയതെന്നൊക്കെയാണ്. പക്ഷേ ഫൈനൽ മത്സരം പോലും നടത്താൻ പാകിസ്ഥാന് യോഗമില്ലാതെ പോയിരിക്കുകയാണ്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ പരാജയപ്പെടുത്തിയതോടെ അനാഥമായിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഗദ്ദാഫി സ്റ്റേഡിയം. ആദ്യം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച് ടൂർണമെന്റിൽ നിന്നും പുറത്താക്കി. അതിനുശേഷം ഫൈനൽ നടക്കേണ്ട വേദി തന്നെ മാറ്റി. പാകിസ്ഥാനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് സൈബർ ലോകത്തെ ട്രോളുകൾ നിറയുന്നു. ആതിഥേയ രാജ്യമായിട്ട് കൂടി ടൂർണമെന്റിന്റെ ഫൈനലിന് ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ICCയും ഇന്ത്യ മുന്നോട്ട് വെച്ച ഹൈബ്രിഡ് മോഡലിന് കൈകൊടുത്തതാണ് വീണ്ടും പാകിസ്ഥാന് തിരിച്ചടിയാകുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തണമെന്നായിരുന്നു ധാരണ. ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചതോടെ കലാശപ്പോരും പാകിസ്ഥാനിൽ നിന്നും ദുബായിലേക്ക് എത്തി. സെമി ഫൈനലിൽ ഓസ്ട്രേലിയ ഉയർത്തിയ 264 റൺസ് പിന്തുടർന്ന ഇന്ത്യ 4 വിക്കറ്റിനായിരുന്നു വിജയിച്ചത്. വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയും ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ മികച്ച പ്രകടനങ്ങളും വിജയത്തിൽ നിർണായകമായി. ദക്ഷിണാഫ്രിക്കയെ ആധികാരികമായി പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ എതിരാളികളായി ദുബായിലേക്ക് ന്യൂസിലാൻഡ് എത്തുന്നത്. പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീം യാത്ര ചെയ്യില്ല എന്നത് ടൂർണമെന്റ് തുടങ്ങുന്നതിന് ഏറെ മുമ്പ് തന്നെ ധാരണയായതാണ്. ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും ഇന്ത്യ ദുബായിൽ തന്നെയാണ് കളിച്ചത്. ആതിഥേയ രാജ്യമായ പാകിസ്ഥാനുമായുള്ള മത്സരം പോലും ദുബായിലായിരുന്നു വേദി എന്നതും ശ്രദ്ധേയമാണ്. ഇതും പാകിസ്ഥാൻ ആരാധകരെ നിരാശപ്പെടുത്തി. ഫൈനൽ വേദിയും നഷ്ടമായതോടെ ട്രോൾ മഴയാണ് പാകിസ്ഥാനെതിരെ നടക്കുന്നത്. ഗദ്ദാഫി സ്റ്റേഡിയവും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നതാണ് ട്വിറ്ററിലെ പല പോസ്റ്റുകളുടെയും ക്യാപ്ഷൻ. ആതിഥേയ രാജ്യമായ പാകിസ്ഥാൻ ദുബായിൽ പോയി കളിച്ച് ടൂർണമെന്റിൽ നിന്നും പുറത്തായെന്നും മഴ മൂലം പല മത്സരങ്ങളും നടക്കാതെ പോയതുമെല്ലാം തമാശ രൂപേണ സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.